ചൈന ആൻഡ് ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് റവല്യൂഷനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ചൈനയുടെ ഒരു ഹിസ്റ്ററി നോക്കാം. ചൈന ആദ്യം മുതലേ ഒരു പ്രോസ്പെറസ് സിവിലൈസേഷൻ ആയിരുന്നു. ആൻഡ് ദേ ഹാഡ് ഇൻവെൻറ്റഡ് പേപ്പർ, പ്രിൻറ്റിംഗ് ആൻഡ് ഗൺ പൗഡർ. ചൈനയിൽ ബ്രിട്ടീഷ് ഗുഡ്സിന് വലിയ ഡിമാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ടീയും സിൽക്കും ജെയ്ഡും പോർട്സ്ലെയിനും ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഗോൾഡിലും സിൽവറിലും പേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബ്രിട്ടന് ഇത് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായി ഇവിടെ. അതായത് ബ്രിട്ടൻ ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവുമായിരുന്നു ചൈനയിലോട്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഓപ്പിയം സ്മഗിൾ ചെയ്യുമായിരുന്നു. ആ സമയം തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഓപ്പിയം കൾട്ടിവേഷനിൽ മൊണോപ്പൊളി ഉണ്ടായിരുന്നു. പക്ഷേ ചൈനക്കാർ ഈ ഓപ്പിയം ബാൻ ചെയ്തതുകൊണ്ട് തന്നെ കൺട്രി ട്രേഡേഴ്സിനെ ഉപയോഗിച്ചായിരുന്നു ഇവർ ഈ ഓപ്പിയം ഷിപ്പ് ചെയ്യുന്നത്. അതായത് ഇല്ലീഗലായിട്ടായിരുന്നു ഈ ഓപ്പിയം സ്മഗിൾ ചെയ്ത് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ചൈന ഗവൺമെൻറ് ഇങ്ങനെ ബ്രിട്ടീഷുകാർ അയച്ച് കാർഗോ പിടിക്കുകയും ചെയ്തു. ഈ ഓപ്പിയം അവർ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ചൈനയുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് ഫസ്റ്റ് ഓപ്പിയം വാർ. ഈ വാറിൽ ബ്രിട്ടൻ ഈസി ആയിട്ട് വിൻ ചെയ്തു. ആൻഡ് ദ സൈൻഡ് എ ട്രീറ്റി നോൺ ആസ് ദ ട്രീറ്റി ഓഫ് നാൻജിങ്. ഈ ട്രീറ്റിയിൽ പറഞ്ഞത് ഈ നടന്ന വാറിലുണ്ടായ ഡാമേജ് ഫൈൻ ചൈന ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്നാണ്. ഓൾസോ ഹോങ്കോങ് വാസ് ടു ബി ഗിവൺ ടു ബ്രിട്ടൻ. ഹോങ്കോങ് ബ്രിട്ടൻ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ചൈന ഒരു പ്രോസ്പെറസ് സിവിലൈസേഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ വെറും 2 പോർട്ട് മാത്രമേ ഫോറിൻ പവേഴ്സിൻ്റെ ട്രേഡിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ട്രീറ്റിക്ക് ശേഷം ബ്രിട്ടീഷുകാർ ചൈനയെ കൊണ്ട് 5 പോർട്ടുകൾ തുറപ്പിച്ചു. ഇതൊന്നും മാത്രമല്ല, ചൈനയിലേക്ക് വരുന്ന ഗുഡ്സിന് താരിഫ് ചുമത്താനുള്ള അധികാരവും ചൈനയ്ക്ക് നഷ്ടമായി. ഇതിനൊക്കെ ശേഷം ഒരു ഫ്രഞ്ച് മിഷനറി ചൈനയിൽ കൊല്ലപ്പെട്ടു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒരുമിച്ച് ചൈനയുമായി അടുത്ത വാറിൽ ഏർപ്പെട്ടു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് ഓപ്പിയം വാർ. നേരത്തെ പോലെ തന്നെ ചൈന പിന്നെയും ഈ വാറിൽ തോറ്റു. ആൻഡ് ചൈന ഹാഡ് ടു ഓപ്പൺ ന്യൂ പോർട്ട്സ് ടു വെസ്റ്റേൺ ട്രേഡ് ആൻഡ് റെസിഡൻസ്. അതുമാത്രമല്ല, ചൈനയുടെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റൈറ്റും കിട്ടി ഈ ഫോറിനേഴ്സിന്. അങ്ങനെ 1860 അവസാനത്തോടുകൂടി ചൈനയ്ക്ക് 14 പോർട്ടുകൾ ഫോറിനേഴ്സിന് തുറന്നു കൊടുക്കേണ്ടി വന്നു. ഇതിനുശേഷം ഉണ്ടായതാണ് സൈനോ ജപ്പാൻ വാർ. ഫോർ സെഞ്ചുറീസ് കൊറിയ ചൈനയുടെ ഒരു ട്രിബ്യൂട്ടറി സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ കൊറിയ ജപ്പാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഇറ്റ് വാസ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഓപ്പോസിറ്റ് ദ ജപ്പനീസ് ഐലൻഡ്സ്. ആൻഡ് ഓൾസോ കൊറിയയിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായിരുന്നു ഓഫ് കോൾ ആൻഡ് അയൺ. അങ്ങനെ ജപ്പാനും ചൈനയും തമ്മിൽ തർക്കമുണ്ടായി. ആൻഡ് ദാറ്റ് വാർ ഇസ് നോൺ ആസ് സൈനോ ജപ്പാൻ വാർ. ഈ വാറിൽ ജപ്പാൻ ജയിച്ചു ആൻഡ് ചൈന തോറ്റു. ചൈന തോറ്റതുകൊണ്ട് തന്നെ കൊറിയയെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കേണ്ടി വന്നു. ഓൾസോ ദേ ഹാഡ് ടു ഗീവ് അവേ ദെയർ ഫോർമോസ, തായ്വാൻ, പിന്നെ സദേൺ മഞ്ചൂരിയയുടെ കുറച്ച് ഭാഗം. ഇതൊക്കെ ജപ്പാൻ എഴുതി കൊടുക്കേണ്ടി വന്നു. ഓൾസോ ഈ വാർ ഡാമേജിൻ്റെ ഭാഗമായി ചൈനയിൽ നിന്ന് ഒരു $150 മില്യൺ ജപ്പാൻ കൊടുക്കേണ്ടി വന്നു. ജപ്പാനുമായുള്ള വാറിന് ശേഷം ആ വാറിൻ്റെ ഡാമേജ് ഫണ്ട് ചെയ്യാനുള്ള മണി ചൈനയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി ഈ 4 രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനിക്കുന്നു ചൈനയ്ക്ക് ലോൺ കൊടുക്കാം. പക്ഷേ അതിന് പകരമായിട്ട് ചൈന കുറച്ച് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഈ രാജ്യങ്ങൾക്ക് കൊടുക്കണമെന്ന്. അതായത് ചൈനയുടെ കുറച്ച് ടെറിട്ടറീസിൽ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എഴുതി കൊടുക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ബ്രിട്ടന് യാങ്സി വാലി എന്ന ചൈനയിലെ സ്ഥലത്ത് എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ റഷ്യയ്ക്ക് മഞ്ചൂരിയ എന്ന സ്ഥലത്ത് റെയിൽവേസ് ഉണ്ടാക്കാനുള്ള റൈറ്റ് കൊടുത്തു. ഇങ്ങനെ പല രാജ്യക്കാർക്ക് ചൈനയുടെ പല സ്ഥലത്തും എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എഴുതി കൊടുക്കുന്ന ഈ ഒരു ഹോൾ ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കട്ടിംഗ് ഓഫ് ദ ചൈനീസ് മെലൺ എന്നാണ്. 1890s എക്കണോമിക് ഡിപ്രഷന് ശേഷം അമേരിക്കൻ എക്കണോമി തകർന്നു പോയിരുന്നു. അപ്പോൾ ഈ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോറിൻ ട്രേഡ് ആവശ്യമായിരുന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ച മാർക്കറ്റാണ് ചൈന. പക്ഷേ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ജർമ്മനിയും കൂടി ചേർന്ന് ചൈന മൊത്തത്തിൽ സ്വന്തമാക്കുമെന്ന്. സോ ദേ സ്റ്റാർട്ടഡ് മീ ടു പോളിസി. അതായത് ഒരു ഓപ്പൺ ഡോർ പോളിസി അവർ സജസ്റ്റ് ചെയ്തു. എല്ലാ രാജ്യങ്ങൾക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പോളിസി. ഈ പോളിസിയെ ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്തു. കാരണം എന്തെന്ന് വെച്ചാൽ ജപ്പാനും റഷ്യയും ചൈനയുടെ അടുത്തായതുകൊണ്ട് തന്നെ അവർ മൊത്തത്തിൽ ഈ ചൈനയെ കൊണ്ടുപോകുമോ എന്നൊരു പേടി ബ്രിട്ടീഷുകാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൈനയിൽ ഓപ്പൺ ഡോർ പോളിസി ആയിരുന്നു. അതായത് എവറി കൺട്രി ഹാഡ് ഈക്വൽ കൺട്രോൾ ഇൻ ചൈന. ഈ സമയം ചൈന ഭരിച്ചിരുന്നത് കിങ് ഡൈനാസ്റ്റി ആയിരുന്നു, ഓർ ദ മാഞ്ചു ഡൈനാസ്റ്റി. ഈ ഓപ്പിയം വാസിലും ജപ്പാനെതിരെയുള്ള വാസിലും ചൈന തോറ്റതുകൊണ്ടും പിന്നെ ഈ വെസ്റ്റേൺ പവേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ കാരണവും ഈ രാജാവിൻ്റെ കറപ്ഷൻ കാരണവും റോയൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസി കാരണവും പിന്നെ ഈ ക്രിസ്ത്യൻ മിഷണറീസ് ചൈനീസ് ട്രഡീഷൻസ് ഹാം ചെയ്തതുകൊണ്ടും അവിടുത്തെ രാജാവിനെതിരെ അവിടെ ഒരു തരംഗമുണ്ടായി. ആൻഡ് പീപ്പിൾ ഡെവലപ്ഡ് എ ഹേറ്റഡ് ഫോർ ദ കിങ്. അങ്ങനെ അവിടെ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഇഹേതുവാൻ. ഇതിന് ഫോറിനേഴ്സ് വിളിച്ച പേരാണ് ബോക്സേഴ്സ്. ഇവർ ഫോറിനേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും മറ്റും നശിപ്പിക്കാൻ തുടങ്ങി.
ആൻഡ് ദേ സ്റ്റാർട്ടഡ് റെബല്യൻ അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്. പക്ഷേ ഈ റെബല്യനൊക്കെ രാജാവ് മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി സപ്രസ് ചെയ്തു. ഇതാണ് ബോക്സർ റിബല്യൻ. 1911 ഡോക്ടർ സന്യാസൻ എന്ന ആൾ രാജാവിൻ്റെ ജനറലായിരുന്ന യുവാൻ ഷിക്കായുമായി ചേർന്ന് ഒരു അലയൻസ് ഫോം ചെയ്തു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദ ചൈനീസ് റവല്യൂഷൻ. അങ്ങനെ രാജാവിന് അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. സന്യാസൻ പ്രസിഡന്റ് ആയിക്കൊണ്ട് അവിടെ പ്രൊവിഷണൽ ഗവൺമെൻറ് ആരംഭിച്ചു. 1912 അവിടുത്തെ ആദ്യത്തെ ഇലക്ഷൻ നടന്നു. സന്യാസൻ്റെ പാർട്ടിയായ കുവോമിങ്ടാങ് പാർട്ടിക്ക് ഒരുപാട് സീറ്റ് കിട്ടിയിരുന്നെങ്കിലും മെജോറിറ്റി കിട്ടിയിരുന്നില്ല. പിന്നീട് യുവാൻ ഷിക്കായും സന്യാസനും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. ആൻഡ് ദി റിപ്പബ്ലിക് ഓഫ് ചൈന ഫെൽ അണ്ടർ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് യുവാൻ ഷിക്കായ്. യുവാൻ ഷിക്കായ് അവിടുത്തെ ഡിക്റ്റേറ്ററായി മാറി. പക്ഷേ 1916 യുവാൻ ഷിക്കായ് അന്തരിച്ചു. ആൻഡ് സന്യാസൻ വീണ്ടും ചൈനയുടെ ലീഡറായി മാറി. ചൈന ഒരു ഒറ്റ രാജ്യമായിരുന്നെങ്കിലും അത് പല പാർട്ടായി ഡിവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ഓരോ പാർട്ടും റൂൾ ചെയ്തിരുന്നത് അവിടുത്തെ വാർ ലോഡ്സ് ആയിരുന്നു. ആൻഡ് ദേ ഹാഡ് ദെയർ ഓൺ ആർമി. സന്യാസന് ചൈനയെ ഒരുമിച്ച് ഒരൊറ്റ രാജ്യമാക്കി മാറ്റണമായിരുന്നു ഇത് യൂണിഫൈ ചെയ്തിട്ട്. 1920 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് അണ്ടർ മാവോ സെഡോങ്. സന്യാസനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചൈനയെ യൂണിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ 1925 സന്യാസൻ അന്തരിച്ചു. ആൻഡ് ദ ന്യൂ ലീഡർ ഓഫ് കുവോമിങ്ടാങ് പാർട്ടി വാസ് ചിയാങ് കായ് ഷേക്ക്. അയാൾ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. അങ്ങനെ പതിയെ ഈ രണ്ട് പാർട്ടി സെപ്പറേറ്റഡ് ആയി. ആൻഡ് ഹീ ട്രൈ ടു എൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. അതുകൊണ്ട് അദ്ദേഹം ആർമി അയച്ചു അങ്ങോട്ട്. ചിയാങ് കായ് ഷേക്ക് അയച്ച ഗവൺമെൻറ്റിൻ്റെ ആർമി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്തു. ആൻഡ് ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ സൗത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. ആൻഡ് ദിസ് ഇവൻറ്റ് ഇസ് നോൺ ആസ് ലോങ് മാർച്ച്. 100,000-ഓളം ആൾക്കാർ ഈ മാർച്ചിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും വെറും 10,000-ഓളം പേർക്ക് മാത്രമേ അവസാനം നോർത്ത് വെസ്റ്റിൽ എത്താൻ സാധിച്ചുള്ളൂ. മാത്രമേ ഈ മാർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഇവരുടെ ബേസ് സൗത്ത് ഈസ്റ്റിൽ നിന്ന് മാറ്റി നോർത്ത് വെസ്റ്റിലാക്കി. പക്ഷേ ഈ ഒരു ഇവൻറ്റിന് ശേഷം മാവോ സെഡോങ്ങിൻ്റെ പവർ വല്ലാതെ ഇങ്ങ് വർദ്ധിച്ചു. He emerged as the undisputed leader of the Chinese Communist Party, and this long march became a symbol of sacrifice, courage and hope of the communist movement. അങ്ങനെ 1927-നും 1949-നും ഇടയ്ക്ക് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുവോമിങ്ടാങ് പാർട്ടിയും തമ്മിൽ ഒരു സിവിൽ വാർ ഉണ്ടായി. പക്ഷേ ഇടയ്ക്ക് ജപ്പാനും ചൈനയും തമ്മിൽ ഒരു വാർ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സിവിൽ വാർ നിർത്തിവെച്ചിരുന്നു. ചൈന ജപ്പാനെതിരായിരുന്നത് കൊണ്ട് തന്നെ വേൾഡ് വാർ 2 അലൈഡ് പവറിനെ ജോയിൻ ചെയ്തു ചൈന. അങ്ങനെയാണ് UN ചൈനയ്ക്ക് വീറ്റോ പവറോട് കൂടി പെർമനൻറ്റ് സീറ്റ് കിട്ടിയത്. ഇതിനുശേഷം സിവിൽ വാർ റീസ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ജയിച്ചു. അങ്ങനെ ചിയാങ് കായ് ഷേക്കിന് അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു 1949. അങ്ങനെ ചിയാങ് കായ് ഷേക്കും കുവോമിങ്ടാങ് പാർട്ടിയും തായ്വാനിലേക്ക് പോയിട്ട് തായ്വാൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് മാറ്റി യഥാർത്ഥ ചൈന അവരാണെന്ന് പറഞ്ഞ് റൂൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് മാവോ സെഡോങ് സ്റ്റാർട്ടഡ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. നമ്മൾ ഇന്ന് കാണുന്ന ചൈന എന്ന് പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. പക്ഷേ 1971 വരെ യൂറോപ്യൻ പവേഴ്സ് ഈ റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് തായ്വാനിലുണ്ടായിരുന്ന ചൈനയാണ് യഥാർത്ഥ ചൈനയായി കണ്ടിരുന്നത്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ സ്പ്രെഡ് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ 1971 അവരെല്ലാവരും എഗ്രി ചെയ്തുകൊണ്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ റിയൽ ചൈനയായിട്ട് അംഗീകരിച്ചു. ഇതാണ് ചൈനീസ് റവല്യൂഷൻ.